ബി ജെയിംസ് ചേരുകയാണ്. ഗസയിൽ പലസ്തീനികൾ പട്ടിണിയിലാണെന്നും ഇസ്രയേൽ സഹായം എത്തിക്കാൻ അതിർത്തി തുറന്നു കൊടുക്കണമെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ് 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 4 ഹായ് പറഞ്ഞാലല്ലേ പി ജെയിംസുമായിട്ട് നമുക്ക് വിദേശ വാർത്ത പങ്കിടാൻ പറ്റൂ. ജെയിംസ്, കമല ഹാരിസ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ന്യായമാണ്, പക്ഷേ ഇസ്രയേൽ അതിന് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് കമല ഹാരിസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജോ ബൈഡനാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഏഷ്യൻ വംശജ കൂടിയായിട്ടുള്ള ഇന്ത്യക്കാരി ആയിട്ടുള്ള കമല ഹാരിസിനെ രംഗത്തിറക്കിയിരിക്കുന്ന അമേരിക്ക. കമല ഹാരിസ് പറഞ്ഞത് ഈ ഗസയിൽ പട്ടിണി അതീവ രൂക്ഷമാണ്, ആൾക്കാർ മരിച്ചു വീഴുന്നു, 15-ലേറെ ശിശുക്കൾ മരണമടഞ്ഞിരിക്കുന്നു പട്ടിണി കൊണ്ട്. ഇത് തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഇസ്രായേൽ അവിടുത്തെ ഈ റഫയിലെ അതിർത്തി തുറന്നു കൊടുക്കണം, എയ്ഡ് സഹായം എത്തിക്കാൻ, ഭക്ഷണവും മരുന്നും ഇന്ധനവും ഒക്കെ എത്തിക്കാൻ സഹായിക്കണമെന്ന് അമേരിക്ക ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. കമല ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് യുദ്ധ മന്ത്രിസഭയിലെ ബെന്നി ഗാൻസുമായിട്ട് ചർച്ച നടത്തി. എന്തായാലും അമേരിക്ക കുറച്ചും കൂടി നിലപാട് കടുപ്പിക്കുന്നതിൻ്റെ സൂചനകളാണ്. ജോ ബൈഡൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഉടനെ തന്നെ വെടിനിർത്തൽ വേണം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പറയുന്നത് 100-ലേറെ ബന്ദികളെ വിട്ടയക്കാനുണ്ട്. പക്ഷേ അവരിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു, എത്ര പേർ മരണമടഞ്ഞു പോയി എന്നതിനെക്കുറിച്ച്, കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നു. പക്ഷേ ഹമാസ് പറയുന്നത് പല ഗ്രൂപ്പുകളുടെ കയ്യിലാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുന്നില്ല. കുറച്ചുപേർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനിടയിൽ റഫയിൽ വീണ്ടും ഇസ്രായേലി മണിക്കൂറുകളിൽ ആക്രമണം നടത്തി. അവിടുത്തെ ഒരു വീടിന് നടന്ന ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിൽ 2 ഇരട്ട കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. 4 മാസം പ്രായമായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അവരാണെങ്കിൽ 11 വർഷത്തിന് ശേഷം ജനിച്ച കുഞ്ഞാണ്. അവരുടെ പിതാവ് കൊല്ലപ്പെട്ടു, മാതാവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 14 പേർ ഒരു കുടുംബത്തിലെ കൊല്ലപ്പെട്ടു റഫയിൽ. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാണ്. ഒപ്പം തന്നെ ഈജിപ്തിലെ കെയ്റോയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഏതാണ്ട് ഫൈനൽ ഘട്ടത്തിലെത്തിയെന്നാണ് പറയുന്നത്. ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്, അമേരിക്കയുണ്ട്. ഇസ്രായേലിയും ഹമാസിൻ്റെ പ്രതിനിധികളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ബന്ദികളെ ചൊല്ലിയാണിത് മുന്നോട്ട് പോകാൻ അല്പം പ്രശ്നത്തിൽ നിൽക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. കാരണം മാർച്ച് 10-ന് ശേഷം റമദാൻ മാസം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 6 ആഴ്ചത്തെ വെടിനിർത്തൽ വേണമെന്ന് കമല ഹാരിസ് അടക്കം അമേരിക്കൻ നേതാക്കളൊക്കെ ഈ മണിക്കൂറുകളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെയിംസ്, ഈ റഷ്യ പിടിച്ചടക്കിയ യുക്രൈൻ പ്രദേശമായ ക്രിമിയയിൽ റഷ്യൻ സേനയ്ക്കെതിരെ വൻ ആക്രമണം യുക്രൈൻ അഴിച്ചുവിട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല യുക്രൈൻ്റെ ഏതാണ്ട് 38 ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടു എന്ന വാർത്തയും വരുന്നു. യുക്രൈൻ ശക്തി പ്രാപിക്കുകയാണോ? ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇനി ഡു ഓർ ഡൈ ബാറ്റിലാണ്. കാരണം അവരുടെ പുതിയ സൈനിക തലവൻ വന്നതിന് ശേഷം, ഒലക്സാണ്ടർ വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് താഴെയുള്ള കമാൻഡർമാരെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഡു ഓർ ഡൈ ബാറ്റിൽ വളരെ അഗ്രസീവായിട്ടുള്ളൊരു അറ്റാക്കിലേക്ക് പോവുകയാണ് ഉക്രൈൻ. ഉക്രൈൻ്റെ പ്രദേശമായിരുന്നു 2014 വരെ, അത് റഷ്യ പിടിച്ചെടുത്തതാണ്. പക്ഷേ ക്രീമിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ ആക്രമണവും റഷ്യ അയച്ചുവിടുന്നത്. അതുകൊണ്ട് ക്രീമിയ ലക്ഷ്യം വെച്ച് 50-ലേറെ ഡ്രോണുകൾ അയച്ചിരുന്നു. തുരുതുര ഡ്രോണുകൾ അയച്ച് ആക്രമിക്കുകയായിരുന്നു. ക്രീമിയയിലെ ഓയിൽ ഫെസിലിറ്റി, ആയുധ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു. അതിനിടയിൽ 38 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യ പറയുന്നു. തിരിച്ച് റഷ്യയും വെറുതെ ഇരിക്കുന്നില്ല. റഷ്യ തീരദേശ നഗരമായ ഒരുപക്ഷെ ഒഡേസ, വളരെ പ്രസിദ്ധമായ സാംസ്കാരിക നഗരമാണ് ഉക്രൈൻ്റെ. അവിടെ ആക്രമണം നടന്നു. അവിടെ ഫ്ലാറ്റ് സമുച്ചയത്തിന് മേലാണ് ആക്രമണം നടന്നത്. അവിടെ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലും 5 കുട്ടികളാണ് എന്നുള്ള ദുഃഖകരമായ സത്യം കൂടിയുണ്ട്. എന്തായാലും അത് ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാർച്ച് 17 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റഷ്യയും ആക്രമണം കൂട്ടിയിരിക്കുന്നു. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മുഖം ചായ കളയാന്നുള്ളത് തന്നെയാണ്. അലക്സി നവൽനിക്ക് വല്ലാത്ത ജനപ്രീതി. അദ്ദേഹത്തെ സംസ്കരിച്ച ശേഷവും ക്യൂ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ സംസ്കരിച്ച സ്ഥലത്ത് പൂക്കൾ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പുട്ടിന് നല്ലൊരു സമയമല്ല ഇപ്പോൾ SKN. പാകിസ്ഥാനിൽ നിന്നൊരു വാർത്ത. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയായി. ഇമ്രാൻഖാനിൻ്റെ സ്ഥാനാർത്ഥി വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. കാശ്മീരിനെ ഇദ്ദേഹം പലസ്തീനുമായിട്ടാണ് താരതമ്യം ചെയ്തത് ഇന്നലെ ഷഹബാസ് ഷെരീഫ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വീണ്ടും പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ഷഹബാസ് ഷെരീഫിന്റെ വിശേഷങ്ങൾ. SKN, ഈ പാകിസ്ഥാനിൽ ഒരുപാട് ദിവസമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ കാര്യങ്ങൾ ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. ഇന്നലെ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ കാവൽ പ്രധാനമന്ത്രി കാക്കർ വരുന്നതിന് മുമ്പ് ഷഹബാസ് ഷെരീഫ് ആയിരുന്നു പ്രധാനമന്ത്രി. നവാസ് ഷെരീഫിൻ്റെ സഹോദരനാണ്. ഒരുപക്ഷെ ഷെരീഫ് കുടുംബത്തിന് വല്ലാത്ത പിടി പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന SKN. മറിയ നവാസ് ഷെരീഫാണ്. നവാസാണ് പഞ്ചാബിലെ ഏറ്റവും ശക്തമായ പ്രവിശ്യയുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരിക്കുന്നു. നവാസ് ഷെരീഫിന് ആവാമായിരുന്നു, പക്ഷേ നവാസ് ഷെരീഫിനോട് അത്ര പ്രിയം സൈന്യത്തിനും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് നവാസ് ഷെരീഫ് പതുക്കെ മാറി നിൽക്കുകയും സഹോദരനെ പ്രധാനമന്ത്രിയാവാൻ അനുവദിക്കുമായിരുന്നു. എന്തായാലും അവസാന നിമിഷം അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിച്ചു. PPPയുടെ മാത്രമല്ല മറ്റ് ഘടകകക്ഷികളുടെ കൂടി കിട്ടിയപ്പോൾ 366 അംഗ പാർലമെൻറ്റിൽ 201 വോട്ടുകൾ ലഭിച്ചു. 32 വോട്ടുകൾ കൂടുതൽ ലഭിച്ചു. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് എന്ന പാർട്ടിക്ക് അംഗീകാരമില്ലെങ്കിലും അവർ വേറെ പാർട്ടിയോടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒമർ മത്സരിച്ചു. പക്ഷേ അദ്ദേഹം 92 വോട്ടുകളെ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഏതായാലും ഇമ്രാൻഖാൻ വീണ്ടും ജയിലിൽ കഴിയുന്നു. അവരുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇമ്രാൻഖാന് നല്ല കാലമല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഇമ്രാൻഖാനാണ്. ജനം തൻ്റെ കൂടെയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നു, പ്രക്ഷോഭം നയിക്കും എന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. അതിനിടയിലാണ് പുതിയ പ്രധാനമന്ത്രി വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. കാശ്മീരിനെ പാലസ്തീനോട് ഉപമിച്ചാണ് ഷഹബാസ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പാലസ്തീൻ പ്രശ്നം പോലെ അതീവ ഗുരുതരമാണ് കാശ്മീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കാശ്മീരിനെ ഒരു വിഷയമാക്കാൻ ഇന്ത്യ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആ പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യ. എന്തായാലും കാശ്മീർ സജീവ പ്രശ്നമായി ഉയർത്താൻ തന്നെയാണ് പുതിയ മന്ത്രിസഭയും പാകിസ്ഥാൻ്റെ സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം വിദേശ വാർത്തകളുമായി. പി ജെയിംസ് നാളെ ഈ പരിപാടിയിൽ ഇതേ സമയം വരും.